എടാ അമ്മൂസേ, ഇതല്ലേ അമ്മൂസ് ചോദിച്ച ബാർബി ഹൗസ്? ആ, അമ്മൂസ് ചോദിച്ച പോലെ ബാർബി ഹൗസ് അച്ഛൻ വാങ്ങിച്ചു തന്നു. ഈ ബാർബി ഹൗസ് അമ്മൂസിന് ഇഷ്ടപ്പെട്ടോ? ശരിയടാ അമ്മൂസേ, ഇനി ഇത് ബാർബി ഹൗസ് അല്ല, റിയ ഹൗസ്. ഇത് കണ്ടോ, വീട്ടിന്റെ മേലെ റിയ ഹൗസ് എന്ന് അച്ഛൻ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ആ, റിയ ഹൗസ് ഒക്കെ ശരിയാണ്. പക്ഷെ റിയ ഹൗസിനെ റിയ തന്നെ ഒക്കെ വൃത്തിയാക്കണം. അവസാനം ഇതിൽ ചളിയൊക്കെ ആക്കിയിട്ട് എന്നെ കൊണ്ട് വൃത്തിയാക്കാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല. അതിന് നീ ഒന്നും ചെയ്യണ്ട, അത് അവളുടെ വീടാ. അവളത് ചളിയാകാതെ നോക്കിക്കോളും. അഥവാ ചളിയായാലും അമ്മൂസ് അത് വൃത്തിയാക്കിക്കോളും. എന്താടാ അമ്മൂസേ, ഇത് അമ്മൂസിന്റെ വീടല്ലേ? അമ്മൂസ് ഇത് ചളിയാക്കാതെ നോക്കണം. അഥവാ ചളി ആയാലും അമ്മൂസിനെ വൃത്തിയാക്കണം. ആ കേട്ടോ ഐഷു, നീ ഒന്നും ഇത് തുടച്ച് വൃത്തിയാക്കണ്ട. അതൊക്കെ അവള് നോക്കിക്കോളും. ഓ പിന്നെ അവളെ നോക്കിയിട്ടൊന്നും പറയണ്ട. ഇനിയിപ്പോ പുതിയത് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ഒരു 2-3 ദിവസം ഇത് വെച്ച് കളിക്കും. ഇത് ചളിയാവാതെ നോക്കും. ഒരാഴ്ചയും കൂടി കഴിയട്ടെ, പിന്നെ ഇത് എത്ര ചളിയായിട്ട് ഏത് മൊക്കിൽ കിടക്കണെന്ന് പിന്നെ കാണാം. ഓ കാണാലോ എത്ര ദിവസത്തിനാണ് ഇതൊക്കെയെന്ന്. ഒരാഴ്ച കഴിയുമ്പോ ഈ വീട് എവിടെങ്കിലും അങ്ങ് മൊക്കിൽ കിടക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. എടി ഐഷു, അങ്ങനെയൊന്നും അവള് മൊക്കിൽ കൊണ്ടിടില്ല. ഇത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വീടല്ലേ, അവള് എപ്പോഴും ഇത് വെച്ച് കളിക്കും. ഓ കാണാനല്ലേ പോകുന്നത്. എന്താ ശിവേട്ടാ നിങ്ങ കുട്ടി ചോദിക്കണമെന്നും പറഞ്ഞ് ഇത്രയും പൈസ കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കണോ? അതൊന്നും കുഴപ്പമില്ല ഐഷു. നമ്മൾ ഇതുപോലെ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചോദിച്ചതും നമുക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്കെങ്കിലും കിട്ടട്ടെ. പിന്നെ ഇക്കാലത്തിലെ ഈ കുട്ടികള് എപ്പം നോക്കിയാലും ഈ ഫോണും ടിവിയും തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഇതുപോലെ ബാർബി ഹൗസോ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുന്നത് എത്രയോ മെച്ചം. അങ്ങനെ ഫോൺ നോക്കാതെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണതിൽ തെറ്റൊന്നുമില്ല. അമ്മൂസേ, നീ ഈ ബാർബി ഹൗസില് നിനക്ക് ഇഷ്ടമുള്ള പോലെ കളിച്ചോ.
കളി